വെൽക്കം ബാക്ക് ടു ആദൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ സൺഡേ ആയിട്ട് ഞാൻ സാധാരണ യൂഷ്വലി രാവിലെ മുതലുള്ള കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് സൺഡേസിൽ കാണിക്കാറ്. അപ്പം എനിക്ക് തോന്നി എന്നും എല്ലാ സൺഡേസും ഒരുപോലെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കാണിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും, അതെടുക്കുമ്പോൾ എനിക്കും എന്തോ ഒരു ഭയങ്കര ഒരു ഓഡിറ്റ് ഫീൽ ചെയ്യും. അയ്യേ എന്താണ് ഇന്ന് ഇങ്ങനെയെന്ന്. അപ്പം എനിക്ക് തോന്നി ഞാനിന്ന് ഉച്ച മുതലുള്ള കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് പ്ലാൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യാനുണ്ട്. നമ്മുടെ കുക്കിംഗ് ഒക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ലഞ്ച് കുക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ കുക്കിംഗ് ഞാൻ എടുത്തിട്ടില്ല. അത് എപ്പോഴും ഞാൻ കുക്കിംഗ് ചെയ്യുന്ന എടുക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പം ഞാൻ അതിന്റെ ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ കാണാം. അപ്പോൾ കണ്ടാലോ. ഇന്നത്തെ വിഭവങ്ങൾ നമ്മുടെ ലിവർ റോസ്റ്റ് ഉണ്ട്, പിന്നെ ചിക്കൻ ചുക്ക. ഈ ചിക്കൻ ചുക്ക മെയ്ഡ് ബൈ കുട്ടുവാണ്. ആൻഡ് ഇത് സാലഡാണ്. ചോറ് അടുക്കളയിലുണ്ട്. ആൻഡ് ദിസ് ഈസ് അവർ ന്യൂ ഗസ്റ്റ്. നമ്മൾ ഇന്ന് വാങ്ങിയതാണ്. ഗസ്റ്റ് അല്ല, നമ്മുടെ മെമ്പറാണ്, ഫാമിലി മെമ്പർ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഐസ്ക്രീം വാങ്ങാന്ന് ഇപ്പോഴാണ് ഞങ്ങൾ തീരുമാനം എടുത്തത്. അപ്പൊ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ പോവാം. ഹെൽമെറ്റ് ഇടണം. ഹെൽമെറ്റ് ഇടാത്തത് മോശമാണ്. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ ഐസ്ക്രീം എടുത്തു കേട്ടോ. വാനിലയാണ് നോക്കിയത്, ക്യാമറയുടെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ലുട്ടുവിന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഐസ്ക്രീമും കൂടി വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് ഗുലാബ് ജാമുൻ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഗുലാബ് ജാമുൻ വാങ്ങാനെന്ന് പറഞ്ഞിട്ട് അത് നോക്കണമായിരുന്നു. ചെറിയൊരു ബോക്സ് ഗുലാബ് ജാമുനാണ് എടുത്തത്. അത് ഐസ്ക്രീമിലിട്ട് കഴിക്കാൻ എനിക്കത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ കുട്ടുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലുട്ടു ആണെങ്കിൽ അടുത്ത ചോക്ലേറ്റ് കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് ഓടി, എനിക്കത് വേണം എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും കൊടുന്നതല്ലേ, ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ പറഞ്ഞു. നോക്കി ചുപ്പാ ചുപ്സ് ആണ് കേട്ടോ എടുത്തത്. എനിക്കിത് ഇഷ്ടമൊന്നുമില്ല, ഇവനിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഞങ്ങളുടെ ഫുഡ് കഴിക്കണം. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം സൺഡേസ് അങ്ങനെയാണല്ലോ, ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ ലേറ്റ് ആവാറുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇലയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നത്. അങ്ങനെ അത് ആ കുഞ്ഞില നിലത്തിട്ടിരിക്കുന്നത് ലിയോയ്ക്ക് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഇരുന്ന് മാത്രമേ അവൻ ഫുഡ് കഴിക്കുള്ളൂ. അവന് വേറെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത്ര ഇഷ്ടമല്ല. അപ്പം ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കും. അങ്ങനെ നല്ല ലിവർ ഫ്രൈയും ചിക്കൻ ചുക്കയൊക്കെ കുടിച്ച് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. സൺഡേസ് കൂടുതൽ ഈ ഇലയില കഴിക്കും, ഇഷ്ടം. ഇത്രയും വൃത്തിയായിട്ടൊരു ഇല നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ? അതെ, ഒരു കുട്ടുവിന്റെ മാത്രം ഇലയാണ് ഇത്ര വൃത്തിയായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപർണ ഫ്രൂട്ട് സലാഡിൻ്റെ സെക്ഷൻ അപർണ ഏറ്റെടുത്തു. അപ്പോൾ ഓക്കെ, അവള് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തു കേട്ടോ. ഇപ്പോൾ നമ്മൾ വേറെ ഇന്നത്തെ ഒരു പരിപാടി എന്നാൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ശരിക്കും നമുക്ക്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു ക്രിസ്മസ് ട്രീ. ഈ പാക്കേജിൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഈശ്വര പണി പാളുമോ എന്ന്. എന്നാലും ഞാനത് ഓപ്പൺ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാനും ലുട്ടും കൂടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ക്രിസ്മസ് ട്രീ തുറന്നതും ഇതൊരുമാതിരി ശീമക്കൊന്നയുടെ തണ്ടോ അങ്ങനെ എന്തോ പോലെ തോന്നി. എനിക്ക് ഭയങ്കര ഇതായിട്ട് നമ്മൾ ലുട്ടൂനെ ഞാൻ പറഞ്ഞ് കൊതിപ്പിച്ചായിരുന്നു നമുക്ക് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. അവസാനം കിട്ടിയത് ഇതായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എവിടെയും വെക്കാൻ പറ്റില്ല. അതിൽ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ വായിച്ചൊക്കെയപ്പോൾ അത്യാവശ്യം വലുതാണ്, പക്ഷേ എനിക്ക് വന്നത് നോക്കി അപ്പോഴേക്ക് ഇന്ന് തന്നെ വേണം ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ പോയിട്ട് ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ടത്. ആ ക്രിസ്മസ് ട്രീ ഞങ്ങൾ കുറച്ച് നോക്കി, കാരണം ഒരുപാട് പൈസ കൊടുത്ത് ഞാൻ ക്രിസ്മസ് ട്രീ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, വെറുതെ ആണല്ലോ നമ്മൾ ഈ ഒരു സമയം കഴിഞ്ഞത് മാറ്റും. അപ്പോൾ ഈ ഒരെണ്ണം വാങ്ങി. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇനി വേണം ക്രിസ്മസ് ട്രീക്ക് പകരം നമ്മൾ പുതിയ ക്രിസ്മസ് ട്രീ അന്ന് തന്നെ പോയിട്ട് വാങ്ങി. ഇത് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യം ഞാൻ ഇവിടെ തന്നെയായിരുന്നു ഞാൻ ക്രിസ്മസ് ട്രീ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെച്ചു. അതിലേക്ക് നമ്മൾ കുറേ അതിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഞാൻ ആ ഷോപ്പിൽ പോയപ്പോൾ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മുന്നേ ഞാൻ വാങ്ങിയ ആ പാക്കേജിൽ കുറച്ച് ഡെക്കറേറ്റീവ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ലുട്ടും കൂടിയിട്ട് അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ലുട്ടുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് തൂക്കലും പിടിക്കലും അത് സംഭവം പിള്ളേർക്ക് ഇഷ്ടമുള്ളത്, അതുകൊണ്ടാണ് ഞാൻ സൺഡേ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ എനിക്കും അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നത്. നമ്മളൊന്നും വീട്ടിൽ ഇത് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വേറെ ലുട്ടൂന് കളിക്കാൻ അങ്ങനെ ആൾക്കാരൊന്നുമില്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താലാണല്ലോ അവർക്കും ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെ ഞാൻ അവിടെ ഓരോ തൂക്കുന്നത് കണ്ട ഒരു കുഞ്ഞു കുഞ്ഞു അപ്പൂപ്പനൊക്കെ, ഇതൊക്കെ ഞാൻ വാങ്ങിയ ആ ഓർഡർ ചെയ്തിട്ടുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ ഓർഡറിൽ ഉണ്ടായിരുന്ന ഇതായിരുന്നു കേട്ടോ. അല്ലാതെ ഇത് ഞാൻ വാങ്ങിയതല്ല, ഇതൊക്കെ അതിലുണ്ടായിരുന്നായിരുന്നു. പിന്നെ ബോൾസ് ഞാൻ വേറെ അന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ക്രിസ്മസ് ട്രീയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വൈൻ ഉണ്ടാക്കലുണ്ടായിരുന്നു. അതും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം എല്ലാം അങ്ങോട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഒരു 2.5 കിലോ കറുത്ത മുന്തിരി ഈ ഒരു ഭരണിയും ഞങ്ങൾ ആ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ കറുത്ത മുന്തിരി കഴുകി വൃത്തിയാക്കി ഈ ഒരു ഭരണിയിലേക്ക് നമ്മൾ ഫുൾ വെള്ളം കളഞ്ഞിട്ട് കേട്ടോ ഭരണിയിലേക്ക് ഇട്ടു. ഞാൻ ഒരു കുറച്ച് ദിവസം മാത്രം, ഒരുപാട് ദിവസമൊന്നുമില്ല, ഒരു എത്ര ദിവസം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് അങ്ങനെ അതിന് മാത്രമുള്ളൊരു കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അതിലേക്കൊരു 1.5 കിലോ ആണ് ഞങ്ങൾ പഞ്ചസാര വാങ്ങിയത്. ആദ്യം മുന്തിരി, പിന്നെ പഞ്ചസാര, പിന്നെ അതിലേക്ക് സ്പൈസസ് ഇത്തിരിട്ട് കൊടുക്കും. നമ്മുടെ കറുവപ്പട്ട അങ്ങനത്തെ അത് കുറച്ചിട്ട് കൊടുക്കും. പിന്നെ സൂചി ഗോതമ്പ് അത് കുറച്ചിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ പിന്നെയും മുന്തിരി, പഞ്ചസാര, കറുവപ്പട്ട, സൂചി ഗോതമ്പ്, അങ്ങനെ നല്ല പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഈസ്റ്റ് ഇടും കേട്ടോ. ഞാൻ ഇട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ്. ഈസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല മൂട്ടി കെട്ടി വെച്ച് എയർ ടൈറ്റായിട്ട് തന്നെ കെട്ടി വെച്ചിട്ട് നമ്മൾ വെളിച്ചം കാണാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. സാധാരണ അത് കുഴിച്ചിടുകയാണ് ചെയ്യാറ്. പക്ഷെ നമുക്ക് കുഴിച്ചിടാൻ പറ്റാത്ത കാരണം ഞങ്ങളുടെ വീട്ടിലൊരു മൂലക്കിൽ, വെളിച്ചം കടക്കാത്തൊരു മൂലക്കിലേക്ക് ഞങ്ങൾ അപ്പോൾ നമ്മളുടെ ക്രിസ്മസിന് മുമ്പുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.